ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. കട്ടിങ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ സ്റ്റിഫ് കട്ട് ചെയ്ത് അയൺ ചെയ്ത് മടക്കിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സ്റ്റിഫ് കട്ട് ചെയ്ത് അയൺ ചെയ്യണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി മെയിൻ പാർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് ജോയിൻ്റ് ആക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിനും അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നോട്ട്സ് ഇട്ടിട്ട് ഒന്ന് മടക്കി അടിക്കുക. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. നെക്ക് ഇനി നമ്മൾ വെക്കാൻ പോണത് നമ്മളൊരു വൈറ്റ് കളറിലെ പീസ് നമ്മൾ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി എടുത്തില്ലേ ചെസ്റ്റ് പോർഷനിൽ, അത് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു 11.5 ഇഞ്ചിൽ നിൽക്കുന്ന രീതിയിലാണ് ഇതൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്ത് നമ്മൾ ഒന്ന് ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് ടേപ്പ് ഒന്ന് വെക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ടേപ്പ് എടുത്ത് വെക്കുക. അതിന് ഒരു 12 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. 12 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് 3 ഇഞ്ചാണ് നമ്മുടെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചൊന്ന് കുറക്കുക കേട്ടോ. 11, 10, 9 ഇഞ്ചിൻ്റെ അവിടെ നമുക്ക് ആ പീസ് വന്ന് നിൽക്കണം. ഇപ്പോൾ നമ്മൾ 12 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 11.5 ഇഞ്ചാവും കേട്ടോ. ഇതുപോലെ തന്നെ സെയിം സൈഡിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ 12ഉം 9ഉം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അത് നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. 9 മാർക്ക് ചെയ്ത് അവിടെയും 12 മാർക്ക് ചെയ്ത് അവിടെ ഇപ്പോൾ നിങ്ങൾ 13 ഇഞ്ചിൻ്റെ അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 11.5 ഇഞ്ചിലാണ് വെക്കണത്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു ½ ഇഞ്ച് കൂടി ഇട്ട് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എത്രയാണ് വിഡ്ത്ത് എടുക്കണം അതിനനുസരിച്ച് നിങ്ങൾ കയറ്റി കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ മടക്കി അടിച്ച് വരും കേട്ടോ. ഫസ്റ്റ് നമ്മളിത് ഇങ്ങനെ ഇതുപോലെ 12 ഇഞ്ചില്ലേ അതിൻ്റെ 1/2 ഇഞ്ച് കയറ്റി ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് കയറ്റി അത് നമ്മൾ 12ൻ്റെ ലൈൻ വരച്ചില്ലേ, 12 ആ ലൈനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പുണ്ട്, അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കയറ്റി വെക്കണത്. 1/4 ഇഞ്ച് തയ്യൽത്തുമ്പെങ്കിൽ 1/4 ഇഞ്ച് കയറ്റി വെക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി തിരിച്ചെടുക്കാൻ പറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. എന്നിട്ട് ഇതുപോലെ ആ ലൈനിൽ കൊള്ളുന്ന രീതിയിൽ 1/2 ഇഞ്ച് മടക്കി ഇതുപോലെ ഒന്ന് ആ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ല, ആ ലൈൻ കറക്റ്റ് ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ട് പാർട്ടിൽ മാത്രം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മാത്രം വെച്ചാൽ മതി. ഞാനിപ്പോൾ 2 സൈഡിലും വെച്ചിട്ടുണ്ട്, ബാക്കിലും വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ടാണ് അടിയിൽ വെക്കേണ്ടത്. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ തിരിച്ച് വെക്കണം കേട്ടോ. നല്ല വശം ചേർന്നിരിക്കുന്ന രീതിയിൽ വെക്കണം കേട്ടോ. ഇതുപോലെ ആ സ്റ്റിഫ് വെച്ചില്ലേ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കാക്കി ഒന്ന് മടക്കി വെക്കാം. അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം 1/2 ഇഞ്ചിൽ. അതുപോലെ തന്നെ 2 സൈഡും ജോയിൻ്റ് ആക്കി എടുക്കാം. ഞാൻ ഇത് 2 സൈഡും ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. കൈ ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് തന്നെ കൈക്കും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചീത്ത വശം കൊണ്ട് എടുക്കുന്നത്, ചീത്ത വശത്തിന്മേലാണ് ഇതുപോലെ പീസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ തയ്യൽ തുമ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സെൻറ്റർ ഇതാണ്. അതിനകത്തൊരു വി ഷേപ്പിലാക്കി ഒന്ന് ഒരു 1/2 ഇഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഇതുപോലെ വി ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ വരച്ചേക്കുന്ന ആ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ 3 ഇഞ്ചാണ് ഇതുള്ളത് ടോട്ടൽ തയ്യൽത്തും അടക്കം. അപ്പോൾ 2 ഇഞ്ചിലാണ് ഞാനിവിടെ വി ഷേപ്പിൽ വരച്ച് കൊടുത്തേക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചീത്ത വശത്തു നിന്നാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒരു ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം തിരിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരിഞ്ഞ് വരില്ല. ഇതുപോലെ ഒന്ന്
തിരിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കത്രിക കൊണ്ടും ജസ്റ്റ് ഒന്ന് എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചെടുത്തപ്പോഴത്തേക്ക് നേരെ നല്ല വശത്തേക്ക് വന്നു. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ 2 കൈയും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് 2 കൈയും ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ബാക്ക് പോർഷനൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തയ്യലൊന്നും അറിയണില്ല. ഒന്ന് മാറ്റി വെക്കാം. നമുക്കിനി ഒന്ന് കൈ ഒന്ന് മെയിൻ പാർട്ടിലേക്കൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഫ്രണ്ട് പാർട്ടിലും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, കൈയിലും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ആ രണ്ടും സെയിം ആയിട്ട് തന്നെ ഫ്രണ്ട് പാർട്ടിൽ തന്നെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തിരിഞ്ഞൊന്നും പോകരുത്. അതിനാണ് നമ്മൾ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കൈ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. എനിക്കിപ്പോൾ ഇതുപോലെ ഒന്ന് വെക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് എക്സ്ട്രാ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അതുപോലെ ഒന്ന് ഇതൊന്ന് 2 സൈഡൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. കൈ 2 സൈഡ് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എക്സ്ട്രാ പീസൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയേക്കണത്. നമുക്കിതൊന്ന് സൈഡൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് മടക്കി വെക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് മടക്കി വെക്കാം. കൈയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് കൈ എടുത്തേക്കുന്നത് 5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 5 ഇഞ്ച് ഒന്ന് ടേപ്പിലൊന്ന് മെഷർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു നോട്ട് ഇട്ട് കൊടുത്തേക്കണോണ്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ നോട്ട് ഇടാൻ മറന്നു പോയെങ്കിൽ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് അവിടെ നിന്ന് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നോട്ട് ഇട്ട് കൊടുത്തില്ല, രണ്ടും ആ നോട്ട് സെയിം കറക്റ്റായിട്ട് തന്നെ നിൽക്കണം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ നോട്ട് ഇട്ട് കൊടുത്തത് 2 ബാക്ക് പീസും ഫ്രണ്ട് പീസും കയറി ഇറങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. ആ നോട്ട് ഇട്ട് കൊടുത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ 1.5 ഇഞ്ചല്ല തയ്യൽത്തുമ്പ് എടുത്തത്. അപ്പോൾ അതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഹിപ്പിൻ്റെ അവിടെ നമ്മളൊരു 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് തയ്യൽത്തുമ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഹിപ്പിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് ആ നമ്മൾ നോട്ട് ഇട്ട് കൊടുത്തില്ലേ, അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കേർവ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്തില്ലേ, നമ്മൾ അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ആ കൈയുടെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കുത്തി നിർത്തി തിരിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ലോക്കിട്ട് കൊടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. നമ്മൾ സിഗ്നൽസൊക്കെ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വേസ്റ്റിൻ്റെ അവിടെ, അത് 2 വേസ്റ്റിൻ്റെ അവിടെയും കറക്റ്റാണെന്ന് നോക്കണം. രണ്ടും ഒരു പൊസിഷനിൽ തന്നെ വരണം കേട്ടോ. നമ്മൾ സെയിം ആയിട്ടല്ല ഇട്ട് കൊടുത്തത് നോട്ട്. അതുപോലെ നോട്ട് ഇട്ട് കൊടുത്ത പോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് തന്നെ വെക്കുക കേട്ടോ. ഹിപ്പിലും അതുപോലെ തന്നെ സെയിം കറക്റ്റായിട്ട് തന്നെ വെക്കുക. ഇതുപോലെ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതുപോലെ കുത്തി നിർത്തുക സൂചി, എന്നിട്ടൊന്ന് തിരിച്ചെടുക്കുക കേട്ടോ. തിരിച്ചെടുത്തിട്ട് ഞാൻ എപ്പോഴും ലോക്ക് ചെയ്ത് കൊടുക്കുക അവിടെ. നിങ്ങളും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് വെക്കം പൊട്ടിപ്പോവില്ല. ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇപ്പുറത്തേക്കൊന്ന് സ്റ്റിച്ചിട്ട് പോവാം കേട്ടോ. ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ തുടങ്ങുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ അപ്പുറത്തെ സൈഡും കൂടി ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ. ഇനി നമുക്കൊന്ന് സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. സ്ലിറ്റ് അടിക്കണ ഞാൻ കാണിച്ചത്. ഇതുപോലെ 1 ഇഞ്ചാണ് അവിടെ നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 ഇഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിലാണ് മടക്കി അടിക്കാൻ വേണ്ടി പോണത്. നിങ്ങൾ അവിടെ 2 ഇഞ്ചാണ് കൊടുത്തെങ്കിൽ 1 ഇഞ്ചിൽ വേണം നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കാൻ. നമ്മൾ 1 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്ത് ഇനി ഒരു ഫോൾഡും കൂടി ചെയ്യണം. 1/2 അപ്പോൾ 1 ഇഞ്ച് കിട്ടി. ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി നമ്മൾ ഹിപ്പില്ലേ അവിടം വരെ ഇതുപോലെ തന്നെ ഫോൾഡാക്കി കൊടുക്കുക. 1/2 ഇഞ്ച് മടക്കി കേട്ടോ.
അപ്പോൾ 1 ഇഞ്ചാണ് ടോട്ടൽ. നമ്മൾ ഹിപ്പിലും അവിടെ 1 ഇഞ്ച് തന്നെ കൊടുത്തേക്കണത്. അപ്പോൾ മടക്കി വരുമ്പോൾ എക്സ്ട്രാ കൂടുതലോ കുറവോ അങ്ങനെ ഒന്നും വരില്ല. 1/2 ഇഞ്ച് തന്നെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഹിപ്പിൻ്റെ അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഹിപ്പിൻ്റെ അവിടെ നിന്ന് എങ്ങനെ ടേൺ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ചിലൊന്ന് മടക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഹിപ്പിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ എത്രയിലാണ് നമ്മൾ ബോക്സ് ഇടേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ചിലാണ് ബോക്സ് ഇടാൻ വേണ്ടി പോണത്. ആ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്ത് കൊടുത്ത് തിരിച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ, അപ്പോൾ അവിടെ ഒരു ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ടേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് ഇവിടെയാണ് എനിക്ക് 1/2 ഇഞ്ച് കിട്ടുന്നത്. ഞാൻ അവിടെ നിന്നാണ് ബോക്സ് ഇട്ട് തിരിച്ച് താഴത്തേക്ക് പോകാൻ പോണത്. അതുപോലെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി നിർത്തുക. സൂചി മേലോട്ടാക്കി നിർത്തരുത്, ഇതുപോലെ ഒന്ന് കുത്തി നിർത്താട്ടോ. കുത്തി നിർത്തിയിട്ട് വേണം ഇതുപോലെ ഒന്ന് ടേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് കുത്തി നിർത്തിയിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്ത് ഇനി താഴത്തേക്ക് അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പോർഷൻ ഒന്ന് ഇച്ചിരി ഒന്ന് വലിച്ചു പിടിക്കുക. നല്ലോണം ഒന്നും വലിച്ചു പിടിക്കരുത്, ഒരു ഇച്ചിരി ഇതുപോലെ ഒന്ന് ചെറുതാക്കി വലിച്ചൊന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ ബോക്സ് കറക്റ്റായിട്ട് തന്നെ ഇതിവിടെ നിർത്തുക. ഇതിൻ്റെ എൻഡിൽ നമ്മൾ 1/2 ഇഞ്ച് മടക്കിയ ഫോൾഡ് ചെയ്തതിൻ്റെ എൻഡിൽ ഇതുപോലെ കുത്തി നിർത്തിയിട്ട് വേണം ടേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ തന്നെ 1/2 ഇഞ്ചിൽ താഴത്തേക്കും അടിച്ച് പോവുക കേട്ടോ. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ അപ്പുറത്തും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയൊന്ന് മടക്കി അടിച്ച് കൊടുക്കട്ടെ 1/2 ഇഞ്ചിൽ തന്നെ. ഇതുപോലെ തന്നെ അടി വരെ ഒന്ന് അടിച്ചു കൊടുക്കുക. അരയിഞ്ച് അടിച്ചു കൊടുക്കുക. നമ്മൾ അടിയിലും 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടേക്കണത്. അതുപോലെ 1 ഇഞ്ചും ഇതുപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബോക്സൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് സ്ട്രെയിറ്റിൽ തന്നെ നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബോക്സൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ബോക്സ് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് തന്നെ എനിക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.